ഹലോ, ഞാനൊരു അടിപൊളി അവൽ പായസം ഉണ്ടാക്കി നോക്കിയേട്ടാ. ഞാൻ ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയും സൂപ്പർ ടേസ്റ്റായിരുന്നു. വലിയ സമയം എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് നെയ്യിൽ അവൽ വറുത്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ വറുത്തെടുത്ത അവലിലേക്ക് ഒരു കവറ് പാല് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് നെയ്യിൽ കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുത്ത് വെച്ച് മാറ്റി വെച്ചേക്കണം. ഞാനത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് വലിയ സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 15 മിനിറ്റിനകത്ത്, അതിനപ്പുറം ഒന്നും പോകത്തില്ല. അത്രയും എളുപ്പത്തിലാണ് ഞാനത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അന്യായ ടേസ്റ്റായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. ഇനി മിൽക്ക് മെയ്ഡ് ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര പാനിയും ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടിയിലൊക്കെ പിടിക്കാതെ നോക്കണമെന്ന്. ഞാൻ അവൽ പായസം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അവൽ പായസം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് ഇതാണ് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അതിലേക്ക് മിൽക്ക് മെയ്ഡ് പകുതിയേ ഒഴിക്കുന്നുള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, മിൽക്ക് മെയ്ഡ് ഒഴിച്ചുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. മധുരം എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തർക്ക് എങ്ങനെയാണ് മധുരം അത് നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുക്കാത്ത 1 ഗ്ലാസ് അവലാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് അപ്പോഴും തോന്നിയ പോലെയാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അടിയിലൊന്നും പിടിക്കാതെ. ഇനി അതിലേക്ക് ഞാൻ എടുത്ത ആ തവിയിൽ നിറച്ചുമാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഒന്ന് നോക്കണം, മധുരം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. നമുക്കത് മധുരം കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പഞ്ചസാര ചേർക്കേണ്ടി വന്നില്ല. ഇത് പെട്ടെന്ന് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ പിടിക്കും. പാൽ ഇതായത് കൊണ്ട് തന്നെ ആ സൈഡിലൊക്കെ പിടിക്കും. അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല ഒന്ന് തിളച്ച് ഇച്ചിരി ഒന്ന് കുറുകിയിട്ടൊക്കെ ഓഫ് ചെയ്താൽ മതിയാവും.
ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്തങ്ങ് വയ്ക്കാം. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ ഗ്യാരണ്ടിയാണ്, അത്രയും ടേസ്റ്റാണ്. താങ്ക് യു.